ഹായ് ഡിയേഴ്സ്, അപ്പോൾ ദേ ആദ്യം തന്നെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ വിഷുവിനൊരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ട് കണിക്കൊന്ന ചെയ്തിട്ട് അത് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ യൂട്യൂബിലുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആ വീഡിയോ പിൻ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ പരിചയമുള്ളൊരു കുട്ടി തന്നെ നമുക്കൊരു പാറ്റേൺ അഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ടർട്ടിൽ നെക്കായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ ടർട്ടിൽ നെക്കിലേ പറ്റുള്ളൂ. അപ്പം നെക്ക് പാറ്റേൺ മാറ്റണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡിങ് നെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നെക്ക് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഫ്ലവർ ആ നെക്കിൽ പറ്റത്തില്ല, അപ്പം നമ്മൾ ഫ്ലവർ ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോള് ഈ ബോഗൻ വില്ലയുടെ ബ്യൂട്ടിഫുൾ പിക്ചർ സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആൾക്ക് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ വർക്ക് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ നെക്ക് പാറ്റേൺ മുറിച്ചിട്ട് അത് വെച്ചതിന് ശേഷം മാത്രമാണ് ആ സൈഡിലായിട്ട് ഈ പിക്ചർ ഡ്രോ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ഇത് A4 സൈസ് പേപ്പറിൽ എൻ്റെ മോള് തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ട് അത് ഞാൻ ഇതിലേക്ക് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് പെയിൻറ്റിങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ വർക്ക് തീർത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നെക്കിൽ നമ്മൾ സ്കാലപ്പ് നെക്ക് തന്നെയാണ് ചെയ്തത്. അതിൽ വന്നൊരു ചെറിയ റെഡ് സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ട് ചെറിയ പാറ്റേണും ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല എലഗൻറ്റ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പം ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നമ്മുടെ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പല പോസിലുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആ കുട്ടി എന്നെ കൊണ്ട് എടുപ്പിച്ച്. പക്ഷെ എന്നാലും ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ പിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫേസ് ഇടണ്ട ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഫേസ് ഇട്ടിട്ടില്ല. ബാക്കി നോക്കൂട്ടോ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്കെന്ന്. അപ്പോൾ എൻ്റെ മോള് നന്നായിട്ട് ഡ്രോ ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ആൾക്ക് പെയിൻറ്റിങ്ങും ചെയ്യും, പോർട്രേറ്റൊക്കെ അടിപൊളിയായി ചെയ്യും. പിന്നെ ആൾക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഞാനും അത്യാവശ്യം ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നതാണ്. അത് തിരക്ക് കാരണം മോളെന്നെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ആ പോകലെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് കൂടി ചെയ്യും.